ഇതാണ് എൻ്റെ ജീവിതം. ഇ.പി. ജയരാജൻ്റെ പുതിയ പുസ്തകം പ്രകാശനത്തിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും വിവാദമുണ്ടാവും ഈ പുസ്തകത്തെ ചൊല്ലി? കാരണം ഇതിനു മുമ്പോട്ട് കുറേ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വിവാദമുണ്ടാവും ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ? ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് തലേ ദിവസം ഈ DC ബുക്സ് ഇത്തരത്തിലൊരു മുഖചിത്രം ഇതിൻ്റെ പുറത്തുവിട്ടപ്പം അന്ന് മുതൽ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഉയർന്നിരുന്നു. അന്ന് ഇദ്ദേഹത്തിൻ്റെ അറിവോടെ അല്ല ഈ മുഖചിത്രം പുറത്തുവിട്ടതെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു. അദ്ദേഹം തന്നെ വന്ന് എക്കാലത്തും ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളോ തെരഞ്ഞെടുപ്പുകളോ വരുമ്പോൾ CPM ഒരു പണിയുമായി പുള്ളിക്കാരൻ അവിടെ കാണുമെന്നുള്ള വസ്തുതയാണ്. ഇതിനു മുമ്പ് BJP നേതാവിനെ ഫ്ലാറ്റിൽ പോയി കണ്ടു എന്ന് പറഞ്ഞായിരുന്നു വിവാദം. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്, ഇതാണ് എൻ്റെ ജീവിതം ഈ പുസ്തകവുമായി ഉറ്റുനോക്കുന്നത്, CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ഈ പുസ്തകം ഇറക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മറ്റ് CPM മുതിർന്ന നേതാക്കൾ ആരും തന്നെ, കണ്ണൂരായിട്ട് പോലും ജയരാജൻ സഖ്യത്തിന് ആരെയും തന്നെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. വിളിച്ചേക്കുന്നത് ആരെയാണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ, മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി എന്നിവരെയാണ്. അപ്പോൾ ഈ പുസ്തകം വരുമ്പോൾ പുസ്തകത്തിനകത്ത് എത്തരത്തിലുള്ള വിഷയങ്ങളാണ് എന്നുള്ള ജിജ്ഞാസ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇപ്പം തന്നെ ഉണ്ട്. ഇതിനു മുമ്പും ഇ.പി. എപ്പോഴും ഒരു കോൺട്രവേഴ്സി മെറ്റീരിയലായിട്ട് മാത്രമേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് തിരിച്ചു വരുമ്പം തനിക്കെതിരെ വെടിയുണ്ട ഉതിർക്കുകയും ആ വെടിയുണ്ടയുടെ പാടിപ്പോഴും വെടിയുണ്ട ഇപ്പോഴും തലയിൽ അകത്തിരിപ്പുണ്ട് എന്ന് പറയുന്ന ഇ.പി. ജയരാജനാണ്. ആരെങ്കിലും വിശ്വസിക്കുക ഒരു വെടിയുണ്ട തലയിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത്തരത്തിലുള്ള കുറേ മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ, ഇപ്പം സുരേഷ് ഗോപി എങ്ങനെയാണോ എയറിൽ പോകുന്നത് അതേപോലെ എന്തെങ്കിലും പറഞ്ഞ് എയറിൽ പോകുന്ന ഒരാളാണ് ഇ.പി. ജയരാജൻ. നേരത്തെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇൻഡിഗോ ഉപരോധിക്കുന്ന ഇ.പി. ജയരാജനെ നമ്മൾ കണ്ടിട്ട് ഇൻഡിഗോയ്ക്ക് അത് വലിയ നഷ്ടമാണെന്നാണ് ഇ.പി. ജയരാജൻ കരുതുന്നത്. അത്തരത്തിലുള്ള സരസമായും ആൾക്കാരുമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു കണ്ണൂരിലെ തന്നെ മെയിനായിട്ടുള്ളൊരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ ഇ.പി. ജയരാജൻ്റെ പുസ്തകം പുറത്തു വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള CPM-ആയിട്ടുള്ള അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് പടലപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ, അതായത് ഇപ്പോൾ രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള അസൈൻമെൻറ്റുകൾ ഇന്നതായിട്ട് ഇപ്പം പല സഖ്യങ്ങൾ പല കാര്യങ്ങളുമായിട്ട് പല നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സെറ്റിൽമെൻറ്റുകൾ ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ ധാരണ പുസ്തകം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ G. സുധാകരനും ഇടഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ ഇ.പി.യും പാർട്ടിയുമായി ചെറിയൊരു അകൽച്ചയിലാണെന്ന് തന്നെ പറയാം. ഇപ്പം ഈ സ്തുതിപാഠകരല്ലാത്തത് കൊണ്ടായിരിക്കണം ഇപ്പം കുറേ പേരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത്. നമുക്കറിയാം, തോമസ് ഐസക്, G. സുധാകരൻ, AK ബാലൻ, അതേപോലെ തന്നെ ഇ.പി.യെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പം ഇവർ എല്ലാവരും കൂടി ചേർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു റീ എൻട്രി ആണോ ഈ പുസ്തകത്തിലൂടെ നടക്കാൻ പോകുന്നതെന്ന ചർച്ചകളും ഇപ്പോൾ ഉയരുന്നുണ്ട്. അല്ല, ഇവർ മാറ്റി നിർത്തപ്പെട്ട നേതാക്കന്മാർ കുറേ പേരുണ്ട്. ഇത് CPM-നെ ബാധിക്കും. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മാറ്റി നിർത്തലുകൾ അല്ലെങ്കിൽ സ്തുതിപാഠകർക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് നേതാക്കന്മാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അത് CPM-നെ കാര്യമായിട്ട് ബാധിക്കുമോ? അതായത് നമുക്കറിയാം, നേരത്തെയൊക്കെ വിഭാഗീയത നിറഞ്ഞു നിന്നിരുന്നൊരു സംവിധാനമാണ് CPM എന്ന് പറയുന്നത്. ഇപ്പം ഔദ്യോഗിക പക്ഷം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും വെട്ടി നിർത്തി ഇപ്പോൾ പിണറായി പക്ഷം, പിണറായിയുടെ സ്തുതിപാഠകർ, പിണറായിക്കപ്പുറം സംസാരിക്കുന്ന ആരുമില്ല. പാർട്ടിയാണ് വലുത്, വ്യക്തികളെക്കാളും മുകളിലെന്ന് പലവരും, ഇപ്പം P. രാജീവിൻ്റെ ഉൾപ്പെടെയുള്ള വൈറലായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നൊക്കെ പറയുന്നത്. താത്വികമായിട്ടുള്ള അവലോകനങ്ങൾ, അത് അവലോകനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ പിണറായി പറയുന്നതിനപ്പുറം ഒരു വാക്ക്, ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ തയ്യാറാകില്ല. 2021 തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിലും ഇവരെ മാറ്റി നിർത്തിയിരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാനായോ, അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് CPM-ൻ്റെ ഒരു രീതി, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവരെ വിരട്ടിയും വിലപേശിയും കൂടെ നിർത്തുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ G. സുധാകരനെ മാറ്റി നിർത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ CPM-ന് ക്ഷീണം സംഭവിക്കും. അതായത് എന്തെങ്കിലും തരത്തിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള നല്ല രീതിയിൽ ജില്ലയ്ക്കകത്ത് ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന. അതുപോലെ തന്നെ കൊല്ലവും അറിയാമല്ലോ, കൊല്ലവും ആലപ്പുഴയും എന്നൊക്കെ പറയുന്നത് CPM-ൻ്റെ ഈറ്റില്ലമാണ്. അവിടെ നിന്ന് ഇത്രയും ഉയർന്നൊരു നേതാവ്, G. സുധാകരനെ പോലൊരു നേതാവ്, കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ജയരാജന്മാർ രണ്ടുപേരും മുഖ്യമന്ത്രിക്കൊപ്പം ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. M.V. ജയരാജൻ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്നത്. P. ജയരാജൻ അത്ര അസ്വാരസ്യത്തിലാണ് നിൽക്കുന്നത്. അതായത് ക്രൗഡ് പുള്ളിങ്ങിൽ പിണറായി കണ്ണൂരെത്തുമ്പോൾ പിണറായിലേക്ക് മുകളിലേക്ക് ആരവങ്ങൾ P. ജയരാജന് ലഭിക്കുന്നത് തന്നെ പിണറായിക്ക് ഇടയ്ക്ക് മുഷിപ്പുണ്ടാക്കിയ കാര്യങ്ങളാണ്. അതെ, അല്ല, പിണറായി ജയരാജനെ വെട്ടിയാണല്ലോ മുഖ്യമന്ത്രി ആയത്. അത് വലിയൊരു കഥയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രബലരായിട്ടുള്ള രണ്ട് നേതാക്കന്മാരായിരുന്നു ഇ.പി. ജയരാജനും പിണറായി വിജയനും.
അപ്പം ജയരാജനെ വെട്ടി പിണറായി വിജയൻ അധികാരത്തിലേക്ക് വന്ന കഥകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം അതൊക്കെ രാഷ്ട്രീയ കേരളം എല്ലാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പോലും CPM-ന്റെ കോട്ടയാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒന്നാലോചിച്ചു, കണ്ണൂരെ ഓരോ സീറ്റുകളും എടുത്തു നോക്കൂ. അവിടെയെല്ലാം ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രബലമായിട്ടുള്ള മുന്നണിയായിട്ട് കോൺഗ്രസ് അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. CPM പണ്ടൊക്കെ പറയും, കോൺഗ്രസ്സുകാരൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറയും ഇത് കണ്ണൂരല്ല വിയ്യൂരല്ല. ഇപ്പോൾ KSUകാരൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ? കണ്ണൂരല്ല ഇത് വിയ്യൂരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൂർ പോലും ഇന്ന് CPM-ന്റെ കയ്യിലില്ല. ഒന്നാലോചിച്ചു, കണ്ണൂർ എത്ര സീറ്റുകൾ CPM-നുണ്ട്? ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ EP ഉണ്ട്, പറയത്തക്ക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉൾപ്പെടെ വരെ ഉണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും ഇവരെല്ലാം എതിർത്ത് നിൽക്കാൻ അവിടെ ഒരു നേതാവുണ്ട്, സുധാകരൻ ഉണ്ട്. അവിടെ സുധാകരൻ മാത്രമേ അവിടെ MP ആയിട്ടുള്ളൂ. മറ്റാരുണ്ട്? CPM-ൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇത്രയും വലിയ നേതാക്കന്മാരും ഇത്രയും വലിയ പാർട്ടി സംവിധാനമാണ്, പാർട്ടി ഗ്രാമമാണ് എന്ന് പറയുന്ന കണ്ണൂരിൽ MP ആയിട്ടുള്ള ആരാ? കോൺഗ്രസ്സുകാരനായിട്ടുള്ള സുധാകരനാണ്. അപ്പം അതിനൊന്നും പഴയ കാലത്തെ രീതി ഒന്നും ഇപ്പോൾ CPM-നില്ല. CPM ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റൊരാളിൽ മാത്രം ഒതുങ്ങി പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം മുഷിയും. അപ്പം ജയരാജനും പിണറായിയും എല്ലാം ശക്തിക്ക് ശക്തമായി കട്ടയ്ക്ക് നിന്നെങ്കിൽ മാത്രമേ അവിടെ പാർട്ടി വളരുകയുള്ളൂ. അവിടെ ഒരാൾ മാത്രം മറ്റൊരാളെ വെട്ടി വരുമ്പോഴത്തേക്കും മറ്റേ ആൾക്ക് മുഷിയും. അയാൾ പതിയെ ഇത് ഒഴിഞ്ഞു മാറ്റി വെക്കും. അപ്പം പാർട്ടി അധികാരത്തിലുണ്ടായതുകൊണ്ട് അധികാരം വേണമല്ലോ. അധികാരമുണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാലോ. അധികാരമാവുമ്പോൾ ഇപ്പം ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രിവിലേജുകളുണ്ട്. അപ്പം ആ പ്രിവിലേജിന് വേണ്ടി മാത്രമാണ് ഈ അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി കൂടെ നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് പാർട്ടിയോട് അനുനയിച്ചൊന്നും നിൽക്കുകയല്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയല്ല. P ജയരാജന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈ പോലും പാർട്ടിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കൈയാണ്. അതെ, ഒരു തിരുവോണ നാളിൽ RSSകാർ കയറി വെട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുള്ള, അതായത് ഈ P ജയരാജനൊക്കെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അതായത് RSSനോടോ അല്ലെങ്കിൽ മറ്റ് മതവർഗീയ ശക്തികളോട് ഒരു സമവായവും നേടിക്കൊണ്ട് കണ്ണൂരിൽ നിൽക്കണ്ട എന്നാണ്. അതായത് ആലോചിച്ച് നോക്കണം, രാഹുലിൻ്റെയൊക്കെ ആണെങ്കിലും തിരുവോണ നാളിൽ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം RSSകാർ കയറി വരുന്നു, വലത്തെ കൈ വെട്ടിയെടുക്കുന്നു. എന്താണ് വികാരം ഉണ്ടാകുന്നത്? അതെ, അത്ര വികാരമുള്ള അല്ലെങ്കിൽ അത്രത്തോളം വികാരത്തോടെ പാർട്ടിയെ ജില്ലയിൽ നയിച്ചുകൊണ്ടിരുന്നവരാണ് പലരുമായും. അതായത് CPM-ൽ ഇപ്പൊ പിണറായി വിജയനായും CPM-ആയും പലരുമായും സമരസപ്പെടാൻ പോകുന്നത്. അവരിപ്പം BJP-യുമായിട്ട് ഇപ്പം കൂടുതലും സഖ്യകക്ഷി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ കോൺസ്പിറസി ഉണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകൾ RSSും CPM-ഉം കൂടെ അവിടെ അജണ്ട സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു സഖ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊന്നും CPM ഇപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല. അവർ അടിവഴി പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം BJP-യുടെ തന്നെ വളർച്ച ഒന്ന് എടുത്തു നോക്കും. CPM-ന്റെ കാലഘട്ടത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉണ്ടാക്കിയത് CPM-ന്റെ കാലഘട്ടത്തിലാണ്. BJP-ക്ക് വളരാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ആരാണ്? CPM-ആണ്. അല്ല, BJP-യുടെ പൊളിറ്റിക്കൽ അജണ്ടയും അത് തന്നെയാണ്. ഒന്നെങ്കിൽ ബംഗാളോ ത്രിപുരയോ ആക്കാനുള്ളതാണ്. അതായത് ഇപ്പോൾ തുടർച്ചയായി 10 വർഷത്തെ ഭരണമായി, 5 വർഷം കൂടെ കൊടുക്കുക. അങ്ങനെ കോൺഗ്രസിനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് BJP കൃത്യമായ പ്രതിപക്ഷമാവുകയും അതിനുശേഷം ഇവിടെ ഭരണം പിടിക്കുകയും ചെയ്യും. അതിന് CPM-നെ ഇവർ വളർത്തുകയും ചെയ്യും. അതിന് ഉദാഹരണമാണല്ലോ ഇത്ര വിഷയം വന്ന്. ഇപ്പം SNTP CPM-ആയിട്ട് സഹകരിച്ചിരിക്കുന്നു, വെള്ളാപ്പള്ളി സഹകരിച്ചിരിക്കുന്നു, സുകുമാരൻ നായർ സഹകരിച്ചിരിക്കുന്നു. ഇവരെ ഒന്നും വാതുറന്ന് ഒന്നും പറയുന്നില്ല. ശബരിമല വിഷയത്തിൽ പോലും ഭയങ്കര സ്ലോ ആയിട്ടുള്ള സമീപനമാണ് ഇപ്പം BJP സംസ്ഥാന തലത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം, ഇത്തരത്തിൽ EP-യുടെ പുസ്തകം പുറത്തിറങ്ങുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ പിന്നോട്ടടിക്കുമെന്നുള്ള പേടി CPM കേന്ദ്രങ്ങൾക്കില്ലേ? തീർച്ചയായും കാണും. എന്താണെന്ന് വെച്ചാൽ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നൊരു മനുഷ്യനാണ്. ഇനി ആ പുസ്തകം ഇറങ്ങുമ്പോൾ നമുക്കറിയാം അതിന് എന്തെല്ലാം വിവാദങ്ങളിലേക്കായിരിക്കും അത് മുന്നോട്ട് നയിക്കുന്നത്. CPM-ലെ എത്ര പേര് കുടുങ്ങും, അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ എത്ര പേര് കുടുങ്ങും, എല്ലാം നമുക്കിതിന് നോക്കിയിരുന്ന് തന്നെ കാണേണ്ടി വരും.